അധ്യായം 116, ഹദീസ് 811 മുതൽ 816 വരെ. ആമീൻ ഉച്ചത്തിൽ ചൊല്ലണമെന്നതിനെ പറ്റി 6-ൽ കുറയാത്ത ഹദീസുകൾ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ചുരുങ്ങിയത് 9 സ്വഹീഹ് ഹദീസുകളുടെ അവലംബം ഞാൻ നൽകി കഴിഞ്ഞു. അവ പറയുന്നത് ആമീൻ ഉച്ചത്തിൽ ചൊല്ലണമെന്ന്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ആരുടേതാണ് ശരി? ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്? ഷാഫി മദ്ഹബ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, യാദൃച്ഛികമായി ഒരു പുരുഷൻ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ സ്പർശിച്ചാൽ വുളു ദുർബലമാകുമോ? ആലോചിച്ച് നോക്കൂ. ഒരു അമുസ്ലിമായ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ യാദൃച്ഛികമായി ഒരു സ്ത്രീയെ സ്പർശിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീ യാദൃച്ഛികമായി എന്നെ സ്പർശിച്ചു, അങ്ങനെയെങ്കിൽ എന്റെ വുളു ദുർബലമാകുമോ? അപ്പോൾ നിങ്ങളുടെ പിതാവ് ഷാഫിയോ ഹനഫിയോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? നോക്കൂ, അയാളുടെ പിതാവ് മുസ്ലിമാണ്. അതിനാൽ തന്നെ എന്റെ ഉത്തരം ഖുർആനിന്റെയും സ്വഹീഹ് ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാകണം. ഖുർആനും ഹദീസും വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം വുളു ദുർബലമാകില്ലെന്ന്. അയാൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും. ഒരാൾ പറയുകയാണ്, ശാസ്ത്രീയമായി ഹനഫികളുടെ തൊലിയിൽ ഒരു പ്രത്യേകതരം എണ്ണയുണ്ട്, എന്നാൽ ഷാഫികളുടേതിൽ അതില്ല, അതുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നില്ല. നമ്മൾ അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും മടങ്ങണം. ഖുർആനും ഹദീസും ഉപയോഗിച്ച് നമ്മൾ ഗവേഷണം നടത്തിയാൽ നമുക്ക് ഉത്തരം ലഭിക്കും. ആമീൻ ഉച്ചത്തിൽ ചൊല്ലേണ്ടതിനെ കുറിച്ചും എന്നോട് ചോദിച്ചു. ഇമാം ഷാഫിയുടേതാണ് ശരി. ഹനഫി മദ്ഹബ് പറയുന്നത് ആമീൻ ഉച്ചത്തിൽ ചൊല്ലേണ്ടതില്ല എന്നാണ്. അബു ഹനീഫയ്ക്ക് തെറ്റുപറ്റിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിന് അറിവില്ലേ? ഇമാം അബു ഹനീഫ മഹാപണ്ഡിതനാണ്. നാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. മഹാപണ്ഡിതനാണ്. പക്ഷേ ബോധപൂർവം അദ്ദേഹം തെറ്റുവരുത്തിയിട്ടില്ല. ചിലപ്പോൾ സ്വഹീഹ് ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും ഞാൻ ഉദ്ധരിച്ച ഹദീസുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലായിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ഖുർആൻ പൂർണ്ണമായിരുന്നു. പ്രവാചകന്റെ മേൽനോട്ടത്തിലാണ് അത് ക്രോഡീകരിച്ചത്. അദ്ദേഹമാണ് ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിച്ചത്. ഖുർആനിനെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പ്രവാചകന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ പേരിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ജനങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ തുടങ്ങി. അതിനാൽ പ്രവാചകന്റെ മരണത്തിന് ശേഷമാണ് ഹദീസുകളുടെ ക്രോഡീകരണം ആരംഭിച്ചത്. ഈ മഹാപണ്ഡിതരുടെ കാലത്ത് ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അല്ലാഹു അവരിലെല്ലാം കരുണ ചൊരിയട്ടെ, ഇത് തുടർന്നു. ഇത് പൂർണ്ണമായത് പിന്നീട് ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി എന്നിവർ വന്നതിന് ശേഷമാണ്. ഈ 4 ഇമാമുമാരുടെ മരണത്തിന് ശേഷം ഈ പ്രക്രിയ കൂടുതൽ ആസൂത്രിതമായി. അതിനാൽ തന്നെ അവർക്ക് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചത്. എന്നോട് ആരെങ്കിലും ചോദിക്കാം, നിങ്ങൾ അബൂ ഹനീഫയേക്കാൾ ബുദ്ധിമാനാണോ എന്ന്? ഇമാം ഷാഫിയേക്കാൾ കൂടുതൽ ബുദ്ധിമാനാണോ നിങ്ങൾ? എനിക്കുള്ള മറുപടി അല്ല എന്നാണ്. അവരുമായി താരതമ്യം ചെയ്താൽ ഞാൻ ഒന്നുമല്ല. അവർ പ്രവാചകനുമായി കൂടുതൽ സമീപകാലത്തുള്ളവരാണ്. അറിഫ്, മാഷാ അല്ലാഹ്, വിശ്വാസം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അറിവ്, മാഷാ അല്ലാഹ്, വിശ്വാസം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കാലത്ത് ഹദീസുകളുടെ ക്രോഡീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ 4 ഇമാമുമാരും പറഞ്ഞു, എല്ലാ ഹദീസുകളും അറിയാമെന്ന് ഒരു മുസ്ലിമിനും പറയാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കാലമാണ്. ആ മഹാപണ്ഡിതന്മാരുടെ കാലത്ത് ഒരു ഹദീസ് പരിശോധിക്കണമെങ്കിൽ 1000-കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് എഴുതിയെടുക്കണം. അന്ന് കോപ്പി യന്ത്രമില്ല. എന്നാൽ ഇന്ന് കോപ്പി യന്ത്രവും ഫാക്സും ഇമെയിലും ഉണ്ട്. ലോകത്തിന്റെ ഈ അറ്റത്ത് നിന്ന് അമേരിക്കയിലേക്ക് ഫാക്സും ഇമെയിലും അയക്കാം. സെക്കൻഡുകൾ കൊണ്ട് അത് അവിടെ എത്തും. അന്ന് ശാസ്ത്ര സാങ്കേതിക പുരോഗതി പ്രാപിച്ചിരുന്നില്ല. ഇന്ന് എല്ലാ സ്വഹീഹ് ഹദീസും ഒരു ഡിസ്കിൽ ലഭിക്കും. ബുഖാരിയും മുസ്ലിമും എല്ലാം ഒരു ഡിസ്കിൽ ലഭിക്കും. ലക്ഷക്കണക്കിന് ഹദീസുകൾ സ്വഹീഹ്, ലൈഫ്, മൗലൂ എന്നിങ്ങനെ വേർതിരിച്ചത്.
അതിനാൽ ശാസ്ത്ര സാങ്കേതികത പുരോഗമിച്ചതുമൂലം ഈ ഇമാമുമാർക്ക് ലഭിച്ചതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഹദീസ് ലഭിക്കും. ഉദാഹരണത്തിന്, ഇന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി ശാസ്ത്ര പദങ്ങളെക്കുറിച്ച് ഐസക് ന്യൂട്ടനേക്കാൾ കൂടുതൽ അറിവ് ആ വിദ്യാർത്ഥിക്കുണ്ടാവും. ഐസക് ന്യൂട്ടൻ ലോകം കണ്ട നല്ല ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. ഐസക് ന്യൂട്ടൻ ഒന്നാമനാണ്. ലോകത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹൽ വ്യക്തിത്വങ്ങളെ പറ്റി മൈക്കൽ എച്ച് ഹാർട്ട് എഴുതിയ പുസ്തകത്തിൽ മുഹമ്മദ് നബിക്കാണ് 1-ാം സ്ഥാനം നൽകിയത്. രണ്ടാമത് ഐസക് ന്യൂട്ടൻ. ഒരാൾ വന്ന് എന്നോട് ചോദിച്ചെന്ന് കരുതുക, നിങ്ങളുടെ മകൻ BSc വിജയിച്ചെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മൾ BSc വിജയിച്ചു. ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾ ഐസക് ന്യൂട്ടനേക്കാൾ ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? നോക്കൂ, ഐസക് ന്യൂട്ടന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ ശാസ്ത്ര സാങ്കേതിക സംജ്ഞയിൽ ഐസക് ന്യൂട്ടൻ ഉണ്ടായിരുന്ന ബുദ്ധി ശാസ്ത്രത്തിൽ നോബൽ സമ്മാന ജേതാവിന് പോലും ഉണ്ടാകില്ല. ഐസക് ന്യൂട്ടന് ബുദ്ധിയുള്ള ഒരു തലച്ചോറുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനുള്ള വിഭവങ്ങൾ പരിമിതമായിരുന്നു. എന്നിട്ടും ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യുൽപ്പത്തി ആശ്ചര്യകരമായിരുന്നു. അതിനാലാണ് മനുഷ്യരിലെ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനായി അദ്ദേഹം വിളിക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് BSc വിജയിക്കുന്ന ഒരാൾക്ക് ഐസക് ന്യൂട്ടനേക്കാൾ കൂടുതൽ അറിവുണ്ടാകും. ന്യൂട്ടന്റെ എല്ലാ നിയമങ്ങളും അയാൾക്കറിയാമായിരിക്കും. മാത്രമല്ല, ഭേദഗതി വരുത്തിയ ന്യൂട്ടന്റെ നിയമങ്ങളും. കാലക്രമേണ മറ്റ് ശാസ്ത്രജ്ഞന്മാർ വരികയും അവർ ന്യൂട്ടന്റെ തെറ്റുകൾ തിരുത്തുകയും ചെയ്തു. അതിനാൽ BSc വിജയിച്ച ഒരാൾക്ക് മൊത്തത്തിൽ ഐസക് ന്യൂട്ടനേക്കാൾ അറിവുണ്ടാകാം. പക്ഷേ അത് അയാളെ ഐസക് ന്യൂട്ടനേക്കാൾ വലിയൊരു ശാസ്ത്രജ്ഞനാക്കുന്നില്ല. അതിനാൽ ഇന്ന് ഹദീസുകൾ നമുക്ക് എളുപ്പത്തിൽ വിശകലനം ചെയ്യാം. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം അത് എഴുതിയതിനാൽ ഹദീസ് സഹിയോ അല്ലേ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. കൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യയാലും. പക്ഷേ അത് ഈ പണ്ഡിതരെക്കാളും ഉയർന്നവരും ബുദ്ധിമാന്മാരുമാണ് നമ്മളെന്ന് അർത്ഥമാക്കുന്നില്ല. ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നില്ല, ആരും അങ്ങനെ അവകാശപ്പെടുന്നില്ല. നമ്മളാണ് ബുദ്ധിമാന്മാർ, നമ്മളാണ് അറിവുള്ളവർ എന്ന് അർത്ഥമാക്കുന്നില്ല. ഇന്ന് ശാസ്ത്ര സാങ്കേതികതയുടെ പുരോഗതി മൂലം അറിവ് എളുപ്പത്തിൽ സ്വായത്തമാക്കാം. അതിനാൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ എന്നെ അനുവദിക്കുക. അതുകൊണ്ടാണ് വിഷയം വളരെ വൈകാരികമാണെന്ന് ഞാൻ പറയുന്നത്. ഈ 4 ഇമാമുമാരെയും നാം ആദരിക്കുന്നു. അവർ മഹാപണ്ഡിതന്മാരാണ്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യം ഞാൻ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ ഓതി വെച്ച വചനത്തിലുണ്ട്. അള്ളാഹു പറയുന്നു, അധ്യായം 3 ആൽ-ഇംറാൻ 103-ാം സൂക്തം, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. ഏതാണ് അള്ളാഹുവിന്റെ പാശം? അള്ളാഹുവിന്റെ പാശം വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കാൻ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. 20-ൽ കുറയാത്ത സ്ഥലങ്ങളിൽ അള്ളാഹു മുസ്ലിങ്ങളോട് ഇക്കാര്യം പറയുന്നുണ്ട്. സൂറ ആൽ-ഇംറാൻ അധ്യായം 3 സൂക്തം 32, സൂറ ആൽ-ഇംറാൻ അധ്യായം 4 13-ാം സൂക്തം, സൂറ നിസാ അധ്യായം 4 59-ാം സൂക്തം, സൂറ നിസാ അധ്യായം 4 69-ാം സൂക്തം, സൂറ നിസാ അധ്യായം 4 18-ാം സൂക്തം, സൂറ മാഇദ അധ്യായം 5 സൂക്തം 92, സൂറ അൻഫാൽ അധ്യായം 8 സൂക്തം 1, സൂറ അൻഫാൽ അധ്യായം 8 സൂക്തം 20, സൂറ അൻഫാൽ അധ്യായം 8 സൂക്തം 46, സൂറ തൗബ അധ്യായം 9, സൂറ അൻഫാൽ അധ്യായം 8 46-ാം സൂക്തം, സൂറ തൗബ അധ്യായം 9 സൂക്തം 71, സൂറ നൂർ അധ്യായം 24 47-ാം സൂക്തം, സൂറ നൂർ അധ്യായം 24 സൂക്തം 52, സൂറ നൂർ അധ്യായം 24 സൂക്തം 54, സൂറ അഹ്സാബ് അധ്യായം 33 31-ാം സൂക്തം, സൂറ അഹ്സാബ് അധ്യായം 33 സൂക്തം 33, സൂറ മുഹമ്മദ് അധ്യായം 47 സൂക്തം 33, സൂറ ഫതഹ് അധ്യായം 48 സൂക്തം 17, സൂറ ഹുജറാത്ത് അധ്യായം 47, സൂറ ഹുജ്റ അധ്യായം 49 14-ാം സൂക്തം, സൂറ മുജാദില 58-ാം അധ്യായം 13-ാം സൂക്തം, സൂറ തഖാബൂൻ 54-ാം അധ്യായം 12-ാം സൂക്തം. 20-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കാൻ കൽപ്പിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കുക. അള്ളാഹുവിന്റെ പാശം ഖുർആനും മുഹമ്മദ് നബിയുടെ ആധികാരികമായ ഹദീസുകളും. ഖുർആനിൽ അള്ളാഹു പറയുന്നു, അധ്യായം 6 159-ാം സൂക്തം, അള്ളാഹു പറയുന്നു, തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ
അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. അവരുടെ കാര്യം അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൻ അവരെ അറിയിച്ചുകൊള്ളും. മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. അതിനർത്ഥം ഇസ്ലാമിൽ ഭിന്നതയുണ്ടാക്കി കക്ഷികൾ ഉണ്ടാക്കുന്നത് നിഷിദ്ധമാണ്. ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. അള്ളാഹു ഇതേ സന്ദേശം ആവർത്തിക്കുന്നു. അധ്യായം റൂം അധ്യായം 30, 31, 32 സൂക്തം. അതിൽ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരെ പോലെ നിങ്ങളാകരുത്. അതായത് തങ്ങളുടെ മതത്തെ ഛിന്ന ഭിന്നമാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേ. അള്ളാഹു ഇതേ സന്ദേശം ആവർത്തിക്കുന്നു. അധ്യായം മുഅ്മിനൂൻ 23 അധ്യായം